ചാൾസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈവേ റോഡുകളിൽ വാഹനം ഓടിക്കുമ്പോൾ ചെറുതും വലുതുമായ വാഹനങ്ങൾ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ പോകുന്നതുകൊണ്ട് നാം ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുന്നു എന്നൊരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു. ധാരാളം പേര് കണ്ടിട്ടുണ്ട്. വീണ്ടും അതുതന്നെയാണ് പ്രതിപാദന വിഷയം. എല്ലാ ദിവസവും വാഹനം ഓടിക്കേണ്ടി വരുന്നു. അതിൽ കൂടുതൽ ഭാഗവും ഹൈവേയിലായതുകൊണ്ട് എനിക്ക് ഈ അനുഭവം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യുന്നവർക്ക് ഫൈൻ കിട്ടുന്ന കണക്കിന് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഒരു മാസത്തെ സമ്പാദ്യം അതിനടയ്ക്കാനുള്ളത് പോലും തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നിലയ്ക്ക് ഈ വലതുഭാഗത്തൂടെ പോകുന്നവരെ ഇടതുഭാഗത്താക്കാൻ എന്ത് വഴിയുണ്ട് എന്ന് ചിന്തിക്കാം, എന്നൊന്ന് പരിശ്രമിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാണുന്നവരെങ്കിലും മനസ്സിലാക്കി കുറച്ച് പേരെങ്കിലും മാറി ഓടിയാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം ഒരു ചെറിയ ദൂരം ഓടിക്കുന്ന ഒരാൾക്ക് ഇതൊരു പ്രശ്നമായി തോന്നാറില്ല. കാരണം ഈ ഒരു നിയമം അത്ര ഇതായിട്ട് ആൾക്കാർക്ക് അറിയത്തുമില്ല. ആ സാഹചര്യത്തിൽ ഇത് സ്ഥിരമായിട്ട് ബാംഗ്ലൂർ പോവുക, അല്ലെ ബാംഗ്ലൂർ തിരിച്ചു വരിക, അതാണ് എൻ്റെ റൂട്ട്. അതല്ലാതെ ഇന്ത്യയിൽ റോഡുകളുണ്ടാവാം. ഈ റൂട്ടിൽ നമ്മൾ പാലിയേക്കര മുതൽ ഏകദേശം ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്ക് 950-1000 രൂപ നമ്മൾ ടോള് കൊടുക്കുന്നുണ്ട്. ആ പെട്രോളിൻ്റെ വില കൂടാതെ 1000 രൂപ ടോള് കൊടുത്ത് എക്സ്പ്രസ് ഹൈവേയിൽ കൂടെ പോകുന്ന നമ്മൾ 2-3 ലോറി നിരന്ന് വിടുമ്പോൾ അതിൻ്റെ പുറകിൽ നിന്ന് ഇവർ സൈഡ് തരുമ്പോൾ മാത്രം വേണം കയറി പോകാനായിട്ട്. ടോള് കൊടുക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. ഈ രാജ്യത്തെ ഏതെങ്കിലും പോലീസുകാർക്കോ ഏതെങ്കിലും സംസ്ഥാനത്തെ MVDക്കോ ഇത് മനസ്സിലായിരുന്നെങ്കിൽ ഇവരെന്തെങ്കിലും ഇതിനൊന്ന് പരിശ്രമിച്ച് ഇടതുവശത്തൂടെ വണ്ടി മാറ്റിവിടുമായിരുന്നു. ഈ ഫാസ്ടാഗും എക്സ്പ്രസ് വേയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും വേഗം ലക്ഷ്യസ്ഥാനത്ത് എത്താനാണ്. ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ മുതൽ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെവിയുള്ളവർ കേൾക്കട്ടെ, കണ്ണുള്ളവർ കാണട്ടെ. ഈ റോഡിൽ ഞാനിപ്പോൾ ഇടതുവശം ചേർന്നാണ് ഓടുന്നത്. നമ്മൾ എപ്പോഴും ഇടതുവശം ചേർന്നാണ് ഓടുന്നത്. എന്നെ ഓവർടേക്ക് ചെയ്ത് പോയ വണ്ടി എന്നെ ഓവർടേക്ക് ചെയ്ത ഉടനെ ഇൻഡിക്കേറ്റർ ഇട്ട് ഇടതുവശത്തേക്ക് മാറി ഫാസ്റ്റ് ട്രാക്ക് ഒഴിച്ചിടേണ്ടതാണ്. കാരണം അദ്ദേഹത്തേക്കായി സ്പീഡിൽ വരുന്ന ഒരാൾക്ക് കയറിപ്പോകണമെങ്കിൽ ആ ട്രാക്ക് കാലിയായിരിക്കണം. അങ്ങനെ സംഭവിക്കാത്ത സമയത്താണ് ആ വാഹനത്തെ മറ്റൊരാൾ പിന്നിൽ നിന്ന് വന്ന് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുന്നത്. ഞാൻ ബൈക്കിൽ കണ്ടു, ഞാൻ വലത്തേക്ക് മാറ്റി. കൂടാതെ മുന്നിലൊരു ഇടതുവശം ചേർന്ന് പോകുന്ന ഒരു ലോറിയുണ്ട്. അതിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഞാനും വലത്തേക്ക് മാറുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ആ വാഹനത്തെ മറികടന്ന് പോകാനായിട്ട് ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ തന്നെയാണ് ഓടുന്നത്. കാരണം ഇടതുവശത്ത് മറ്റൊരു വാഹനമുണ്ട്. ഇടയ്ക്ക് ചെറിയ ചെറിയ വാഹനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാറാൻ പറ്റില്ല. അതിനുള്ള സാഹചര്യം ഉള്ളപ്പോൾ, അതായത് ഇടതുവശത്തെ ട്രാക്കിൽ വാഹനങ്ങളില്ലാത്തപ്പോൾ വലതുവശത്തുകൂടി ഫാസ്റ്റ് ട്രാക്കിൽ കൂടി ഓടുന്നതാണ് തെറ്റ്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് വേഗത്തിൽ ഓടിയാൽ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ മാത്രം ഓടുക എന്നുള്ളതാണ്. ആ സമയത്ത് നിങ്ങളെക്കാൾ സ്പീഡുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ സ്പീഡുള്ള ഒരാൾ പിന്നിൽ വരികയാണെങ്കിൽ അദ്ദേഹം എങ്ങനെ നമ്മളെ ഓവർടേക്ക് ചെയ്യും? നിർബന്ധമായും ഇടതുവശത്തൂടെ പോകേണ്ടി വരും. ഈ വാഹനം കുറേ സമയമായിട്ട് ആദ്യം ഫാസ്റ്റ് ട്രാക്കിലായിരുന്നു, പിന്നീട് പുള്ളിക്ക് ഏത് ട്രാക്കിലാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഈ റോഡിൽ ഇങ്ങനെ വരകളുണ്ടെന്ന് ശ്രദ്ധിക്കുന്ന ആൾക്കാർ തന്നെ ഇല്ല. പിന്നീട് ഞാൻ വളരെ നിർബന്ധപൂർവ്വം ഓണടിച്ചുകൊണ്ട് മാത്രം എനിക്കൊന്ന് ഇടതുവശത്തേക്ക് മാറ്റി തന്നതാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് ചെന്നപ്പോൾ കഥ വീണ്ടും മാറി. ഇതാ പോകുന്നു ഒരാൾ, വലതുവശം ചേർന്ന് മാത്രമാണ് പോകുന്നത്. ഇങ്ങനെയുള്ളവരെ ഈ വണ്ടി നിർത്തിയാൽ മാത്രമേ പരിശോധിക്കാവൂ എന്ന് ഇന്ത്യയിൽ നിയമമുണ്ടോ? ഒരു പോലീസ് വാഹനം, ഒരു ഹൈവേ പെട്രോളിംഗ് വാഹനം ഇതിനായിട്ട് സ്ഥിരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നവരെ ഒരു അനൗൺസ്മെൻറ്റിലൂടെ പറയാം, മാറ്റി നിർത്തി കഴിയുമ്പോൾ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ ദീർഘദൂരം ഓടിയതിനാണെന്ന് പറഞ്ഞൊരു ഫൈൻ അടിച്ചു കൊടുക്കാം. അദ്ദേഹം പഠിക്കും. അദ്ദേഹം ഒരു 10 പേരോട് പറയും, ഇന്നലെ എൻ്റെ കാശ് പോയി. അപ്പോഴെങ്കിലും പഠിക്കും. ഇതാ വീണ്ടും ഞാൻ ഓവർടേക്ക് ചെയ്ത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ സെക്കൻഡ് ട്രാക്കിൽ ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ സെക്കൻഡ് ട്രാക്കിൽ ഓടാം. ഇടതുവശത്ത് ഒരുപാട് വഴികളും ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ കയറി വരാനും ഒക്കെയുള്ള സാധ്യതയുള്ള സമയത്ത് സെക്കൻഡ് ട്രാക്ക് നമ്മൾ ഉപയോഗിക്കാൻ കാരണം നമ്മൾ വലത് ട്രാക്ക് ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. നമ്മളെക്കാൾ വേഗം വരുന്ന ആൾക്ക് കടന്നു പോകാം. ഇതാ എന്നെ ഒരാൾ കടന്നു പോയി, സുഗമമായിട്ട് പോയി. പക്ഷേ അദ്ദേഹം ഇടതുവശത്തേക്ക് മാറുന്നില്ല. നിയമം അറിയാത്തതുകൊണ്ട് അദ്ദേഹം ആ ട്രാക്കിൽ തന്നെയാണ് ഓടുന്നത്.